എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് 2025 മോഡൽ സുസുക്കി ആക്സസ് റൈഡ് കണക്ട്, അതുപോലെ തന്നെ 2025 മോഡൽ TVS ജുപ്പിറ്റർ 125 സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെയും ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ മെമ്പർ ആയിക്കോളും. അത് ഫുൾ ഫ്രീ ആണ്. ഞാൻ ഇതുപോലെ മോട്ടോർ സൈക്കിൾസിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെയും വീഡിയോസും ഷോർട്സും ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി പുതിയ പുതിയ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജുപ്പിറ്റർ ആയിക്കോട്ടെ, ആക്സസ് ആയിക്കോട്ടെ, 2 വീലർ സെഗ്മെൻറ്റിൽ മെയിനായിട്ട് 125cc സെഗ്മെൻറ്റിലാണ് നിങ്ങൾ ഒരു സ്കൂട്ടർ പുതിയതായിട്ട് എടുക്കാൻ നോക്കുന്നതെങ്കിൽ നല്ല ചോയ്സുകളാണ്. രണ്ടും നല്ല അടിപൊളി ചോയ്സ്, നല്ല സർവീസ് സപ്പോർട്ടുള്ള വണ്ടിയാണ്, പാർട്സ് അവൈലബിലിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഈ രണ്ട് സ്കൂട്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കമ്പാരിസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ സ്കൂട്ടറിൽ ഏത് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി എന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 125cc സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം ഫീച്ചേഴ്സിൽ ഓർഡർ ആയിട്ടുള്ള സ്കൂട്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൺ റോഡ് ഏകദേശം 1,28,000 രൂപ വരുന്ന ഈ സിംഗിൾ സിലിണ്ടർ ഡ്യുവൽ വാൽവ് എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന സ്കൂട്ടറിന് 7.8 bhp പവറും 8.8 Nm ടോർക്കും നൽകുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് 95 km/h ആണ്. CVT ബെൽറ്റ് ട്രാൻസ്മിഷനാണ് ഫോളോ ചെയ്യുന്നത്. ഇൻ്റലിഗോസ് സ്മാർട്ട് സ്റ്റാർട്ട് ടെക്നോളജി, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി എന്ന് പറയുന്ന സെയിമിലാണ് രണ്ടും വാഹനത്തിലുണ്ട്. എല്ലാം TVS ബ്രാൻഡ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് ഗുണകരമായ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഞാൻ ഷെയർ ചെയ്ത് തരാം. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വീല് അതുപോലെ തന്നെ ബാക്കിലെ വീലും 12 ഇഞ്ച് തന്നെയാണ്. രണ്ടും ഒരേ സൈസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ട്യൂബ്ലെസ് ടയർസ് ലഭിക്കുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഈ ഒരു വീല് തരുന്ന ഏക വാഹനം നമ്മുടെ ജുപ്പിറ്റർ മാത്രമാണ്. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും റിയർ സൈഡിൽ 8-way സെൽഫ് അഡ്ജസ്റ്റബിൾ റിയർ സ്പ്രിംഗ് ലോഡർ സസ്പെൻഷനുമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിന് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 6 ലിറ്ററാണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് 33 ലിറ്ററാണ്. നമുക്ക് 2 ഹെൽമെറ്റ് സുഖമായിട്ട് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾക്ക് മൈലേജിനെ കുറിച്ച് പറഞ്ഞു തരികയാണെങ്കിൽ ഒരു 45 to 50 റേഞ്ചിലുള്ള മികച്ച മൈലേജ് നമുക്ക് ഈ സ്കൂട്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത വെച്ചാൽ സീറ്റ് ഹൈറ്റാണ്. 765 mm ആണ് സ്കൂട്ടറിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ സ്കൂട്ടേഴ്സിൻ്റെ സീറ്റ് ഹൈറ്റ് വെച്ചിട്ട് ഏറ്റവും കുറവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് പോലും സുഖമായിട്ട് വണ്ടിയിൽ കയറാനും ഇറങ്ങാനും സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു എടുത്തു പറയേണ്ട കാരണം വെച്ചാൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഏരിയയാണ്. നിങ്ങൾക്കൊരു 20 ലിറ്ററിൻ്റെ വാട്ടർ ടിന്ന് വരെയും അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ വരെയും സുഖമായിട്ട് ഈ വാഹനത്തിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. തന്നെ ഏറ്റവും വലിയ സീറ്റ് വരുന്ന ഒരു സ്കൂട്ടറും നമ്മുടെ ജുപ്പിറ്റർ 125 തന്നെയാണ്. SXE മോഡൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏറ്റവും ബാക്കിലായിട്ട് ഒരു എന്താ പറയുക, ഒരു ലംബാർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാരിയർ പോലെ നമുക്ക് അഡീഷണൽ ലഭിക്കുന്നുണ്ട്. അത് SXE മോഡലിന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3 ഇഞ്ച് മൾട്ടി കളർ ഡിസ്പ്ലേ തന്നെ എടുത്ത് പറയണം. മൾട്ടി കളർ ഡിസ്പ്ലേ വരുന്ന മീറ്ററാണ്. ഇതിൽ ഒത്തിരി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഏകദേശം 18ഓളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. 10x10 നാവിഗേഷൻ, വെതർ അപ്ഡേറ്റ്സ്, ക്രിക്കറ്റ് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റോക്ക് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ആപ്പ് വരുന്നുണ്ട്. TVSൻ്റെ ഒരു കണക്റ്റഡ് ആപ്പ് വരുന്നുണ്ട്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ വരുന്ന പോലെ തന്നെ സെയിം നമ്മുടെ വാഹനത്തിൻ്റെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ കോമ്പറ്റീറ്റർ വെഹിക്കിളിലേക്ക്, അതായത് സുസുക്കി ആക്സസ് 125ലേക്ക് കടക്കാം. ആക്സസ് 125 എന്ന് പറയുമ്പോൾ ഏകദേശം 2008 തുടങ്ങി നമ്മളുടെ റോഡിൽ ഉള്ളൊരു സ്കൂട്ടറാണ്. ആക്റ്റീവ 110 കൂടെ തന്നെ ആക്സസ് 125 ഒരുമിച്ച് ഇറങ്ങി. ഇന്നും ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം ഫീച്ചറിലോടായിട്ടുള്ള അടിപൊളി സ്കൂട്ടറാണ്. ആക്സസ് 125ൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 125cc ആണ് എഞ്ചിൻ വരുന്നത്. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ SOHC ടെക്നോളജി അവൈലബിൾ ആണ്. ഡ്യുവൽ വാൽവ് സിസ്റ്റമാണ്. 6.2 kW 10.2 Nm ആണ് പവർ വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയിലാണ്. CVT ബെൽറ്റ് ട്രാൻസ്മിഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ്. സീറ്റ് ഹൈറ്റ് 856 mm ആണ്. സീറ്റ് ഹൈറ്റ് ഇതിന് കൂടുതലാണ്. അപ്പോൾ വണ്ടിക്ക് ഇത്തിരി പൊക്കം കൂടുതലായിരിക്കും. ടോട്ടൽ വെയിറ്റ് വരുന്നത് 105 kg ആണ്. വാഹനത്തിൻ്റെ ഫ്യൂൽ ഫില്ല് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആണ്. ഫ്രണ്ട് പോർഷനിൽ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ അതുപോലെ തന്നെ വാലറ്റ് സ്റ്റോർ ചെയ്യാനുണ്ട്. 2 പോക്കറ്റ്സും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഫ്രണ്ട് അതുപോലെ തന്നെ റിയർ ലൈറ്റ്സ് എല്ലാം തന്നെ, ഹെഡ് ലൈറ്റ്സ് ആയിക്കോട്ടെ ടെയിൽ ലൈറ്റ്സ് ആയിക്കോട്ടെ LED ആണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും നമ്മുടെ വണ്ടിയിൽ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. റിയർ സൈഡ് സ്പ്രിംഗ് ലോഡർ സസ്പെൻഷനാണ് വരുന്നത്. മറ്റൊരു എടുത്ത് പറഞ്ഞ ഫീച്ചേഴ്സ് ലോഡറാണ്. സർവീസ് റിമൈൻഡർ അവൈലബിൾ ആണ്. കോൾ, SMS, വാട്സപ്പ് നോട്ടിഫിക്കേഷൻസ്, അതുകൂടാതെ നാവിഗേഷൻ, 10x10 നാവിഗേഷൻ എല്ലാം തന്നെ നമ്മുടെ ഈ പുതിയ മോഡൽ വണ്ടിയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടിയാണ് വാഹനത്തിൻ്റെ സൗണ്ട്, സ്റ്റാർട്ടിങ്ങിലുള്ള സൗണ്ട് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ 1-way ക്ലച്ച് കൂടെ ലേറ്റസ്റ്റ് 2025 മോഡൽ ആക്സസ് 125ൽ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സിലോട് ആണ് വണ്ടി. പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 120-125 റേഞ്ചാണ് വന്നത്.
നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങളോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 സ്കൂട്ടറിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. അപ്പോൾ നമ്മൾ ജുപ്പിറ്ററിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു, ആക്സസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു. ആ 2 സ്കൂട്ടറും നല്ലപോലെ പാർട്സ് അവൈലബിലിറ്റി ഉള്ള നല്ലപോലെ സർവീസ് സപ്പോർട്ടുള്ള വണ്ടിയാണ്. എന്നാൽ തന്നെയും ഫീച്ചർ വൈസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് ജുപ്പിറ്ററാണ്. അതുകൂടാതെ സർവീസ് സെൻറ്റർ അവൈലബിലിറ്റി കൂടുതൽ ജുപ്പിറ്ററിനാണ്, പാർട്സ് അവൈലബിലിറ്റി കൂടുതലും ജുപ്പിറ്ററിനാണ്. പോരാത്തതിന് ഏകദേശം 125cc സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം സ്റ്റോറേജ് സ്പേസ്, അത് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആയിക്കോട്ടെ, ഫ്യൂവൽ ടാങ്കിലെ സ്റ്റോറേജ് ആയിക്കോട്ടെ, രണ്ടും കൂടുതൽ ജുപ്പിറ്ററിനാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി എന്താ പറയുക, കംപ്ലയിൻസ് കുറവും ജുപ്പിറ്ററിനാണ് ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആക്സസിലേക്ക് വരുമ്പോൾ ആക്സസ് കുറച്ചും കൂടി റൈഡിങ് കംഫർട്ട് കൂടുതൽ ആക്സസിനാണ്. യാത്ര ചെയ്യാനുള്ള സുഖം, ലോങ് ഡ്രൈവ് പോകാനൊക്കെയുള്ള സുഖം കൂടുതൽ ആക്സസിനാണ് ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആക്സസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ വെതർ അപ്ഡേറ്റ്സ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് അതിൻ്റെ ഡിജിറ്റൽ മീറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് ആക്സസിൽ എടുത്ത് പറയുന്ന കാര്യങ്ങൾ. എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ജുപ്പിറ്റർ 125 സ്മാർട്ട് എക്സ് കണക്റ്റ് ആണ്. ഏകദേശം 1.27 അടുത്ത് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ പ്രിയല്ല, എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് മറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാനുള്ള ആളുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.